വേണ്ടി വന്നിരിക്കുക. ആ കാര്യം ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നാണ്. ആ അതല്ല പറഞ്ഞത്, എന്താ കാര്യം? ഒരു പരാതി തരാൻ വേണ്ടി വന്നാണ്. ആ പറഞ്ഞോ എന്താ? എന്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ കളവ്. കരയരുത് കരയാതെ പറ. എന്റെ വീട്ടിലെ സാധനങ്ങൾ കളവ് പോയി, അതിന്റെ പരാതി സാറിന് തരാൻ വന്നതാണ്. വാ ഇരിക്കണോ? എന്താ പേര്? കോയ. കോയ. കളവ് പോയ മുതലുകളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം, അതൊന്നൊരു വിഷയമല്ല. ഞാനുണ്ട് ഇവിടെ. അത് മതി സാറേ, അത് മതി. സാധാരണ ആളുകളുടെ വിചാരം ഈ കാക്കിക്കുള്ളിൽ കലാകാരന്മാരും കവികളൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ നല്ല കവിയുണ്ട്, നല്ല കലാകാരനുണ്ട്. അതെല്ലേ? ഞാൻ കുറേശ്ശെ കവിത എഴുതും. അതെ. ഞാനൊരു കവിത എഴുതി കഴിഞ്ഞാൽ അത് മറ്റുള്ള ആളുകളെ വായിച്ച് കേൾപ്പിക്കും. ഞാൻ ഈ കവിത വായിച്ചു കഴിഞ്ഞിട്ട് അത് മോശമാണെങ്കിൽ മോശമാണ് എന്ന് തന്നെ പറയണം. പറയാ സാറേ. പറയില്ലേ? മോശമാണെന്ന് പറയാം. എന്താ പറയണ്ടേന്നോ? ഇവിടെ കവിത വായിക്കട്ടെ, വായിച്ച് കഴിഞ്ഞതിന് ശേഷം പറയാം കേട്ടോ. മണ്ടു കൂടെ കേട്ടോ, നല്ല കവിതയാ. കവിതയുടെ പേര് കുളങ്ങൾ. കുളമേ കുളമേ നിന്നെ കാണാൻ എന്തു ഭംഗി, കുളമേ കുളമേ നിന്നെ കാണാൻ എന്തു ഭംഗി, നല്ല നീലഭംഗി, നല്ല പച്ച ഭംഗി. പച്ച ഞങ്ങളുടെ പള്ളിക്കുളമാവും സാറേ. ഹൗല്. അതെ, നമ്മളെന്ന് വെച്ചാൽ കുളങ്ങളെ കുറിച്ചിട്ടുള്ള കവിതയാണ്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ശരി. എന്നാലോ നിന്നടിയിൽ ചപ്പിളി പിളി ചെളി എങ്ങനെ വന്നു? അത് ഈ മഴക്കാലത്തൊക്കെ അങ്ങനെ മണ്ണൊലിച്ചു കൂടിയിട്ടേ അങ്ങനെ വന്ന് കൂർണാണ് ചെളി. അതന്നെയാ കവി ഉദ്ദേശിച്ചത്. ഇത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഇതാണ് കവിത. പേക്രോം പേക്രോം തവള കരഞ്ഞു, പേക്രോം പേക്രോം തവള കരഞ്ഞു, കോക്രോം കോക്രോം കാക്ക കരഞ്ഞു. സാറേ, ഇനി മണ്ണ് വന്ന് അടിഞ്ഞുകൂടാനുള്ള ഇതുണ്ട് കേട്ടാ. മഴ പെയ്യാനുള്ള ലക്ഷണാണ് കാക്ക കരയുന്നതും തവള കരയുന്നതും. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ കവിതയുടെ ഗതി അങ്ങോട്ട് മാറുകയാണ്. അത് ശരി. പോ കാക്കേ പോ കാക്കേ പോ പോ കാക്കേ. എവിടെ പോണു? അല്ല, നിങ്ങള് പോകാക്കേ. നിങ്ങളോട് പോകാൻ പറഞ്ഞോ? എന്നോടല്ല അല്ലേ? ഞാൻ മറ്റേ കാക്കോട് പോകാൻ പറഞ്ഞല്ലേ? എന്താ നിങ്ങൾ എഴുതി പോയത്? അല്ല, സാറ് പറഞ്ഞ അനുസരിക്കാന്ന് വിചാരിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട്. നിങ്ങൾ പോവാ, ഞാൻ പറയും. ഞാൻ ഇരിക്കാണ് മുഴുവൻ കേട്ടിട്ടേ പോകുള്ളൂ. മൂട് പോയി എന്റെ പറഞ്ഞോളിക്ക് എന്റെ സാധനങ്ങൾ തിരിച്ചിട്ടാ മതി. ഞാൻ എന്റെ ജീവിതത്തിൽ കവിത കേൾക്കാത്ത ഒരാളാണ്. ഞാനൊരു ഒഴുക്കിൽ വന്നതാണ്. എന്തിനാ അതിന്റെ അടക്കം എണീറ്റ് പോയത്? ഒഴുക്കോളി. ഞാൻ തന്റെ മോത്ത കലക്കാൻ എനിക്ക് തോന്നുന്നത്. കവിത വേണ്ട, ഒന്നും വേണ്ട. പരാതി ഞാൻ പറഞ്ഞില്ലേ സാർ, എന്റെ സാധനങ്ങൾ മോഷണം പോയിട്ട്. അതൊന്നുകൂടെ പറയണോ? സാധനങ്ങൾ മോഷണം പോയി. എന്റെ പേരെന്താണ്? എന്റെ പേര് കോയ. എന്തൊക്കെ മോഷണം പോയിച്ചാൽ പറയണോ? മോഷണം പോയത് 10 പവന്റെ സ്വർണം പോയി സാറേ. പിന്നെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവനില്ല. പിന്നെ ഉള്ളത് പറഞ്ഞാ പറയണോ? അതെ, ഞാൻ അറിയാണ്ട് ഓവൻ ഉണ്ടാവണ്ടായിരുന്നു എന്റെ അവിടെ. ഇപ്പൊ ഇല്ല. പിന്നെ ശരി, ഇതൊക്കെ ആരാ മോഷ്ടിച്ചത്? മോഷ്ടിച്ച് കള്ളന്മാരാണ്. കള്ളന്മാരല്ലേ? കള്ളന്മാരാണെന്ന് എനിക്കറിയില്ലോ. പിന്നെ കള്ളന്മാരെ സാർക്കറിയോ? എടോ, തനിക്ക് ആരെങ്കിലും സംശയം ഉണ്ടോന്ന്? ഒറ്റയ്ക്കാണോ അതോ സംഘം ചേർന്നാണോ മോഷ്ടിച്ചതെന്നാ ചോദിക്കുന്നത്? എനിക്ക് സംശയം എന്റെ വീട്ടില് വാടകയ്ക്ക് ഇരുന്ന ആൾക്കാരുടെയാണ് സാറേ. എനിക്ക് സംശയം. അപ്പൊ തനിക്ക് വാടകക്കാരനാണ് സംശയം.